ഗിൽഗാൽ ആശ്വാസഭവൻ കുടുംബത്തിൽ നിന്നും സ്നേഹവന്ദനം. കാട്ടിനുള്ളിൽ ആരും അടുത്തില്ലാൻ ഭയപ്പെടുന്ന ഇരുൾ നിറഞ്ഞ ഒരു ഭവനം. ആ ഭവനത്തിൻ്റെ ഉള്ളിൽ 2 ജീവിതങ്ങൾ. ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ച് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് പഠിച്ച് വളർന്ന 2 സഹോദരിമാർ, ഏലിക്കുട്ടിയും മേരിക്കുട്ടിയും. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കണ്ട് അവർ ജീവിതം ആരംഭിച്ചു. മൂത്തയാൾ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു, രണ്ടാമത്തെ ആൾ ലാബ് ടെക്നീഷ്യൻ പഠിക്കുകയായിരുന്നു. എന്നാൽ മാതാപിതാക്കളുടെ മരണം അവരുടെ ജീവിതത്തിന് താളം തെറ്റുവാനിടയായി. താങ്ങായി നിന്നവർ നഷ്ടമായതോടെ അവരുടെ ജീവിതം ഇരുളിലേക്ക് വഴിമാറി. എൻ്റെ പേര് സജൂന. അവസ്ഥ ഇപ്പം വളരെ ഇതായിട്ട് അപ്പനും അമ്മയും മരിച്ചതിന് ശേഷമായിട്ട് പിന്നെ 2 പേർക്കും അങ്ങ് ഇതുപോലെ ബുദ്ധിമുട്ടായിപ്പോയി. പണി തീരാത്ത അവരുടെ ഭവനത്തിൽ കറണ്ടോ വെളിച്ചമോ മറ്റ് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലായിരുന്നു. അവരുടെ മലവിസർജനം കുപ്പികളിൽ ശേഖരിക്കുകയായിരുന്നു. രാത്രി സമയങ്ങളിൽ വീട്ടു സാധനങ്ങളുമായി സ്വന്തം ഭവനത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് പെരുവഴിയിൽ ഇറങ്ങുന്നത് പതിവായി. രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതാ വലിയൊരു പേടിപ്പെടുത്തുന്ന അവസ്ഥ. പലപ്പോഴും ഒരു 6-7 മണിയാകുമ്പോൾ പോയാൽ ഞാനൊരു തവണ എഴുമറ്റൂർ ഒരു രാത്രി 12:30 നാരകത്താനി ഒക്കെ പോയി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയും ഒക്കെ നമ്മളെ ആരെങ്കിലും വിളിച്ചറിയിക്കും. അങ്ങനെ ഞാൻ ഈ സജൂന ചേച്ചി ആശാപ്രവർത്തകയാണ്. ചേച്ചി എൻ്റെ കൂടെ വരും, നമ്മൾ വണ്ടി വിളിച്ചു പോയി എവിടെയാണെങ്കിലും ഞാൻ രാത്രി കൊണ്ടുവരും. മൂത്താളാണ് ഇവരെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. വിദേശത്ത് കുറച്ച് നാൾ ജോലി ചെയ്തതാണ്. വീടിൻ്റെ കാര്യങ്ങളൊക്കെ മൂത്ത ആളാണ് ചെയ്തത്. മേരിക്കുട്ടിക്ക് സുഖമില്ലാതെ വന്നു കഴിഞ്ഞപ്പം അവർക്ക് എന്തോ പേടി മറ്റു കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. വീട്ടിനകത്ത് തന്നെയായി. അവർ 2 പേരും അവരുടെ ഒരു ലോകത്ത് അവിടെ അങ്ങനെ ആയിപ്പോയി. അവരുടെ സ്വന്തം ഭവനം മനസ്സിലാക്കാൻ കഴിയാതെ അവരുടെ മനസ്സിൻ്റെ താളം തെറ്റിയിരുന്നു. ഈ ഒരു വിവരം ജില്ലാ സാമൂഹിക നീതി വകുപ്പ് ഓഫീസേഴ്സ് ഗിൽഗാൽ ആശ്വാസഭവനിൽ അറിയിക്കുവാനിടയായി. തുടർന്ന് ഞങ്ങൾ അവിടെ ചെല്ലുകയും സാമൂഹിക നീതി വകുപ്പിൻ്റെയും പോലീസുകാരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ അവരെ ഏറ്റെടുക്കുവാനിടയായി. ഇന്ന് ആ 2 സഹോദരിമാരും ഏലിക്കുട്ടിയും മേരിക്കുട്ടിയും ഗിൽഗാൽ ആശ്വാസഭവൻ്റെ തണലിൽ കഴിയുകയാണ്. ഇവിടെ അവർക്ക് ലഭിക്കുന്ന സ്നേഹവും പരിചരണവും അവരുടെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരികയാണ്.
ഇതുപോലെ 400-ലധികം ജീവിതങ്ങൾ ഇന്ന് ഗിൽഗാൽ ആശ്വാസ ഭവനിൽ തണലിൽ പാർക്കുകയാണ്. അതിലുപരി നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹകരണവും വിലപ്പെട്ടതാണ്. ഇതുപോലുള്ള മനസ്സിന് പ്രയാസം അനുഭവിക്കുന്ന അനേകർക്ക് ഒരാശ്വാസമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയും സഹായം ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഗോഡ് ബ്ലസ് യു.